ഇന്ത്യയുടെ അത്രയും ഒരു വൈവിധ്യവും ഉള്ളൊരു സംസ്കാരം വേറെ ഈ ലോകത്ത് തന്നെ വേറെ എവിടെയും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇപ്പൊ നാഗാലാൻഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാഗാലാൻഡിൽ അവിടെ പട്ടിയെത്തുന്ന ആൾക്കാരെ കാണാം. അവിടുത്തെ മാർക്കറ്റിലൂടെ ഒന്ന് നടന്നു നോക്കി കഴിഞ്ഞാൽ അവിടെ പാമ്പും പഴുതാരയും എല്ലാം തിന്നുന്ന ആൾക്കാരെ കാണാം. ഈ നമ്മളെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വേറൊരു ഭക്ഷണ രീതി, വേറൊരു സംസ്കാരം, വേറൊരു വസ്ത്ര രീതി, ഇതൊക്കെയുമാണ്. അപ്പൊ ഈ സമയത്ത് പോലും നമ്മളിപ്പം നാഗാലാൻഡിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആലോചിക്കാറ്, നാഗാലാൻഡിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു പ്രത്യേക പാസ് എടുക്കണം. അവിടെ ചെല്ലണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യക്കാരാണെന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ ഭാഗമായ നാഗാലാൻഡിൽ ചെല്ലാൻ നമ്മൾ പ്രത്യേക പാസ് എടുക്കണം. ഇങ്ങനെയുള്ള കുറെ ചെറിയ ചെറിയ ചില ഈ തടസ്സങ്ങൾ അപ്പോഴുമുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന കുറെ കാര്യങ്ങളുണ്ടെങ്കിലും അതിനപ്പുറത്തോട്ട് ഇനിയും നമ്മൾ എത്തിപ്പെടാത്ത കുറെ ലക്ഷ്യങ്ങൾ, അല്ലെങ്കിൽ എല്ലാം ഒന്നാണ്, ഇന്ത്യ ഒന്നാണ്. ഇതിനകത്ത് തന്നെ ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട് റെയിൽവേയെ പറ്റി. റെയിൽവേ സത്യത്തിൽ ഒരു രാജ്യത്തിന്റെ ഒരു നാഡീ ഞരമ്പ് തന്നെയാണ്. അതായത് നാഗാലാൻഡിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ നാഗാലാൻഡിലോ ത്രിപുരയിലോ മണിപ്പൂരിലോ ഇരിക്കുന്ന റെയിൽവേ ലൈനിന്റെ ഏറ്റവും അറ്റം ഇങ്ങ് കേരളത്തിലെ കന്യാകുമാരി അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ എത്തുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഇന്ത്യയുടെ ഒരു ഏകതയുടെ ഒരു നാഡീ ഞരമ്പ് അതിലൂടെ ഓടുന്നുണ്ട്. അതിലൂടെ ഒരു രക്തപ്രവാഹം ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാം.